ഹായ്, ഹലോ, നമസ്കാരം. അനിരുദ്ധാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 സൺഡേ എപ്പിസോഡ് വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചെറിയൊരു വീഡിയോ ആണ്, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ സൺഡേ എപ്പിസോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൺഡേ വളരെ കൂൾ ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അതായത് ലാലേട്ടൻ ശനിയാഴ്ച ഭയങ്കര ദേഷ്യത്തിലൊക്കെ ആയിരുന്നെങ്കിലും സൺഡേയിലോട്ട് വന്നപ്പോഴത്തേനും ഒരു കൂൾ ആയിട്ടുള്ള ഒരു ലാലേട്ടനെയാണ് കാണുന്നത്. മെയിനായിട്ട് ടാസ്കുകളെ കുറിച്ചിട്ടുള്ള ചോദ്യം ചെയ്യലും അല്ലെങ്കിൽ വിശദീകരണം ചോദിക്കലൊക്കെ ആയിരുന്നു മെയിനായിട്ട് ഉണ്ടായിരുന്നത്. ആദ്യം തന്നെ നമ്മുടെ പണിപ്പുര ടാസ്കിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ചോദ്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുമായിരുന്നു. അപ്പം ത്യാഗികളായിട്ടുള്ള ആദിലയോടും നോറയോടൊക്കെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഫാമിലി വീക്കിൽ അങ്ങനെ തെരഞ്ഞെടുക്കാൻ കാരണം, 750 പോയിന്റ് കളയാൻ കാരണം എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ കുറച്ച് ഇമോഷണൽ ആയി പോയി. കാരണം നമ്മൾ അറിഞ്ഞില്ല ഒരു മൂന്നാമത്തെ ആഴ്ച തന്നെ ഫാമിലി വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ, ഫാമിലി വീക്ക് വരുവാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് അതിൽ വീണ് പോയതാണ്. പിന്നെ ബിഗ് ബോസ് വീടിനകത്തുള്ള മറ്റ് കണ്ടസ്റ്റൻസും എല്ലാവരും അവരുടെ അഭിപ്രായത്തോട് യോജിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നൊക്കെ അവർ വിശദീകരണം ചോദിക്കുന്നത്. അടുത്തതായിട്ടൊരു ആര്യൻ വധമാണ് അവിടെ അടുത്തായിട്ട് നടന്നിട്ട്. വേറെ ഒന്നല്ല, ധൈര്യശാലികളായിട്ട് 3 പേര് മുന്നോട്ട് വന്ന് പോയ ഒരു ടാസ്ക് ആണ്. അതായത് ആര്യനും ജിസയിലും നമ്മുടെ അനീഷും കൂടിയിട്ട് അതിനകത്ത് പോയിട്ട് നടന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് വളരെ രസകരമായിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഒരു കാര്യം പറയാനായിട്ട് ലാലേട്ടൻ മടിക്കുന്നില്ല. അതായത് അനീഷ് അവിടെ കളിച്ച ഗെയിം എന്ന് പറയുന്നത് വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു ഗെയിം ആയിരുന്നു. അനീഷിനെ അഭിനന്ദിക്കുന്നുണ്ട് ലാലേട്ടൻ. നമ്മളും പറഞ്ഞതാണ് കേട്ടോ, അത് നമ്മൾ ആ സംഭവം നടന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനീഷ് ചെയ്തത് നല്ലൊരു ഗെയിം സ്ട്രാറ്റജിയാണ്. അതായത് ഇപ്പോൾ മുതൽ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സീസൺ മൊത്തം സംസാരിക്കാതിരിക്കുക എന്നുള്ളൊരു വലിയൊരു എന്താ പറയുക ധൈര്യം ഏറ്റെടുക്കുകയാണ്, അല്ലെങ്കിൽ ധീരതയാണ് അവിടെ കാണിക്കുന്നത്. കാരണം ഒരു ഇച്ചിരി സാന്നിധ്യം വേണം. കാരണം ഇപ്പോൾ മുതൽ സീസൺ അവസാനിക്കുന്നത് വരെ സംസാരിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ആരായാലും പെട്ടെന്നൊന്നും ഡിസിഷൻ എടുക്കാനുള്ള ഒരു ഒന്ന് മടിക്കും. പക്ഷെ അനീഷ് അതിനൊന്നും നിൽക്കാതെ അപ്പൊ തന്നെ ആ ഒരു ഡിസിഷൻ എടുത്തതിനെ കുറിച്ചിട്ട് ലാലേട്ടൻ അപ്രീസിയേഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ അപ്പം നമ്മുടെ വ്യൂവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അല്ലാത്ത രീതിയിൽ കൈയടിക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും സഹിക്കുന്നില്ല മറ്റു കണ്ടസ്റ്റൻസിനെ, ആര്യനൊക്കെ മുഖം തെളിക്കുന്നുണ്ട്. അപ്പം അടുത്തതായിട്ട് ആര്യനെയും നമ്മുടെ ജിസേലിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരുന്നത്. അതായത് എന്തുകൊണ്ടാണ് മുട്ടയടിക്കാതിരുന്നത് എന്ന ആര്യൻ വിശദീകരിച്ച രീതിയെ കുറിച്ചൊക്കെ ലാലേട്ടൻ വളരെ രസകരമായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ആര്യന്റെ നിലപാടുകളുടെ എണ്ണം, അതായത് ഒരു 6 നിലപാടുകൾ. ഞാൻ മുട്ടയടിക്കും പറയുന്നു, പിന്നെ മുട്ടയടിക്കില്ലെന്ന് പറയുന്നു, പിന്നെ നമ്മൾ അച്ഛൻ മരിച്ചാലാണ് മുട്ടയടിക്കുക, അതുകൊണ്ട് മുട്ടയടിക്കാൻ പാടില്ല, റിലീജിയസ് പ്രശ്നമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അപ്പാനിയോട് ഞാൻ സിനിമയ്ക്ക് വേണ്ടിയായിട്ട് ആണെങ്കിൽ മുട്ട അടിക്കുമെന്ന് അപ്പാനി ആര്യനോട് ചോദിക്കുമ്പോൾ ആര്യൻ അയ്യോ ഞാൻ അടിക്കൂല എന്ന് പറയുന്നുണ്ട്. പിന്നെ അപ്പാനിയോട് തിരിച്ച് ടാസ്ക് കഴിഞ്ഞിട്ട് ഞാൻ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആണെങ്കിൽ ഉറപ്പായിട്ടും മുട്ട അടിക്കുക എന്നൊക്കെ പറയുന്ന വീരവാദം മുഴക്കുന്നുണ്ട്. അപ്പം ഒരു 7-8 നിലപാടുകൾ കാണിക്കുന്നുണ്ട് കേട്ടോ ആര്യന്റെ. അവിടെ വ്യക്തമായിട്ട് ആര്യൻ എന്താണെന്ന് എക്സ്പോസ് ചെയ്ത് കാണിക്കുന്നുണ്ട് ലാലേട്ടൻ, അല്ലെങ്കിൽ ബിഗ് ബോസ് മെയിൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ചെറിയൊരു കോമഡി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ അതിനകത്ത് ആരൊക്കെയാണ് മുട്ട അടിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അടിക്കും എന്നൊക്കെ വീരവാദം മുടക്കിയത്. ഇപ്പൊ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിക്കുന്നുണ്ട്. മെയിനായിട്ട് നമ്മുടെ രേണുവിനോടാണ് ചോദിക്കുന്നത് കേട്ടോ. രേണുവിനോട് ചോദിക്കുന്നത്, രേണു ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട അടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ രേണു സത്യസന്ധമായിട്ട് മറുപടി പറഞ്ഞു, ഇല്ല ലാലേട്ടാ, ഇപ്പൊ ഉള്ള മുടി തന്നെ എക്സ്റ്റൻഷൻ വെച്ചേക്കുവാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യത്തില്ല എന്ന് രേണു വളരെ സത്യസന്ധമായിട്ട് ഉത്തരം പറയുന്നത് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അതായത് ഈ സീസണിലെ ജെന്യുവൻ ആയിട്ട് അല്ലെങ്കിൽ വളരെ സത്യസന്ധമായിട്ട് പല മറുപടികളും നിഷ്കളങ്കമായിട്ടുള്ള മറുപടികളൊക്കെ പറയുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മുടെ രേണുസുധീനെ കാണാൻ കഴിയുന്നത് കേട്ടോ. പലരും പറയുന്നുണ്ട് രേണുസുധി ഒന്നും ചെയ്യുന്നില്ല, വീട്ടിൽ പോയിട്ട് ചുമ്മാ ഉറങ്ങി എന്താ പറയാ കിടന്നും സമയം ചെലവഴിക്കുകയാണ് ചെയ്യുന്നത്. രേണുസുധി ആ വീട്ടിലേക്ക് വേണ്ടാത്ത ഒരാളാണ്, ഇങ്ങനെ ഒരു ഗെയിമിൽ രേണുസുധി പ്രശസ്തിയില്ലാത്ത ആളാണെന്നൊക്കെ പറയുന്നത് കേട്ടോ. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. കാരണം ഒരു സമൂഹത്തിന്റെ ഒരു പ്രതിബിംബമാണ് ബിഗ് ബോസ് വീടായിട്ട് നമ്മൾ കാണുന്നത്. അതായത് സമൂഹത്തിൽ നടക്കുന്ന പല തരത്തിലുള്ള ആൾക്കാർ, അതായത് അലറുന്നവരുണ്ടാവും, മറ്റെന്താ പറയുക മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് ജീവിക്കുന്നവരുണ്ടാവും, മറ്റുള്ളവരുടെ ഒരു കാര്യമില്ലാതെ മറ്റുള്ളവരെ കയറി കടിക്കാൻ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും, വളരെ സൈലന്റ് ആയിട്ടുണ്ടാവും, നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെ സമൂഹത്തിലുള്ള ഒരു പല തരത്തിലുള്ള ആൾക്കാരുടെ ഒരു പ്രതിബിംബമാണ് ബിഗ് ബോസ് എന്ന് വിശ്വസിക്കുന്നത്. അതാണ് ഗെയിമിന്റെ നമ്മുടെ ഒരു വ്യൂ അങ്ങനെയാണ്. അതിനകത്ത് രേണുസുധിയെ പോലെയുള്ള ആൾക്കാരും വേണം. കാരണം സമൂഹത്തിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അതായത് വളരെ നിഷ്കളങ്കമായിട്ട് ജീവിക്കുന്ന ഒത്തിരി ആൾക്കാരുടെ ഒരു പ്രതിനിധിയായിട്ടാണ് രേണുസുധിനെ നമുക്ക് കാണാൻ പറ്റുക. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരാളും ബിഗ് ബോസിനകത്ത് വേണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം ഇപ്പോഴത്തെ എന്ത് തല പോകുന്ന വഴക്ക് നടക്കുകയാണെങ്കിൽ അതിലൊന്നും ഇടപെടാതെ സ്വന്തം കാര്യം അല്ലെങ്കിൽ മറ്റുള്ളവർ, ഞാൻ
ഫസ്റ്റ് ഡേയിൽ ഉണ്ടായിരുന്ന ഒരു അടി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. രേണുസുതിക്ക് തലവേദനയാണെന്നൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവർ രേണുസുതിയുടെ നെക്കിട്ട് കയറാൻ പോകുന്ന ഒരു സംഭവം. അത് കഴിഞ്ഞിട്ട് ഒരു എന്താ പറയാ നമ്മുടെ അക്ബർ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച് ഓരോ ഇതാക്കിയതിനു ശേഷം ഉണ്ടായിട്ടുള്ള ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള വാക്കുതർക്കം. പിന്നെ അനുമോള് രേണുസുതിയുടെ തലയിൽ പേനാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു അതിലൊന്നും അനുമോളിനെ തിരിച്ച് എന്തെങ്കിലും മോശമായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ അനുമോളിനെ കുറ്റപ്പെടുത്താനോ അനുമോളെ 4 തെറിയായ ഇവിടെ ഇങ്ങനെ പറഞ്ഞതല്ലേ അതുകൊണ്ട് അനുമോളിനെ എതിരെ 4 വർത്തമാനം അങ്ങോട്ട് പറയാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു രേണുസുതിനെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. പകരം എന്റെ ഭാഗത്താണ് തെറ്റ്, ഞാൻ ഇവിടെ നിന്ന് കിറ്റായി പോവുകയാണ്, ഇങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഇത് പകരുമോ എന്നൊക്കെയുള്ള ഒരു ആശങ്കയോട് കൂടി വിഷമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അതേക്കുറിച്ച് ആലോചിച്ച് വ്യാകുലപ്പെടുന്ന ഒരു രേണുസുതിനെയാണ് നമ്മൾ കാണുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു വ്യക്തിത്വത്തിന് ഉടമയായിട്ടാണ് എനിക്ക് തോന്നിയത്. വേറെ മറ്റുള്ളവരെന്തോ പറഞ്ഞോട്ടെ, പുറത്തൊക്കെ വളരെ അധികം നെഗറ്റീവ് ക്യാമ്പയിൻ ഒക്കെ നടക്കുന്നുണ്ട്. രേണുസുതി വെറുതെ ഇരിക്കുകയാണ്, രേണുസുതി ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ബാഡ് ക്യാമ്പയിൻ ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ സ്ഥിരമായിട്ട് ബിഗ് ബോസ് കാണുന്ന അല്ലെങ്കിൽ ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന രീതിയിൽ എന്റെ അഭിപ്രായത്തിൽ രേണുസുതി അത്യാവശ്യം വേണ്ട കണ്ടന്റ് ഒക്കെ കൊടുത്ത് നല്ല ഒരു മനുഷ്യ സ്ത്രീ ആയിട്ട് അവിടെ ജീവിക്കുന്നുണ്ട് എന്നുള്ളത് വലിയ കാര്യമാണ് കേട്ടോ. അത് എന്ന് പറയുന്നത് ഒരു എന്താ പറയാ സർവൈവിങ് ഗെയിം കൂടിയാണ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇത്തരം ആൾക്കാരൊക്കെ ഉള്ള എന്നും വഴക്കും മടിയും ഇതൊക്കെയുള്ള ഒരു ചുറ്റുപാടില് സമാധാനത്തോടെ ജീവിച്ചു പോകുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആണ്. അതുകൊണ്ട് തന്നെ രേണുസുതി അവിടെ ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ടാസ്ക് ആണ്. അത് നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം കേട്ടോ. അവരെ കുറിച്ച് അവിടെയുള്ള കണ്ടസ്റ്റൻസ് അപ്പുറയൊക്കെ പോയി നിന്ന് പറയുന്ന ഒരു കാര്യം, ഒരു ക്യാമറയോട് സംസാരിക്കുന്നുണ്ട്, 70 ക്യാമറ ഉണ്ടെങ്കിൽ എല്ലാ ക്യാമറയിലും സംസാരിക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ നമ്മൾക്ക് ലൈവിലോ ഒന്നും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കാണിക്കുന്നില്ല ബിഗ് ബോസ്. ചിലപ്പം കാണിക്കാത്തതായിരിക്കും, അവർ പറയുന്നത് ശരിയാവാം കള്ളമായിരിക്കാം, എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ. പക്ഷേ ഈ ഇത്രയും ദിവസത്തെ ഒരു ഗെയിം വെച്ചിട്ട് രേണുസുധീനെ ഒറ്റ വാക്കിൽ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും നിഷ്കളങ്കയായിട്ടുള്ള സാധാരണക്കാരിയായിട്ടുള്ള ജെന്യുവൻ ആയിട്ടുള്ള ഒരു മനുഷ്യ സ്ത്രീയാണെന്ന് പറയാൻ പറ്റും കേട്ടോ. മറ്റുള്ളവരെ പോലെ വെറുതെ വഴക്കുണ്ടാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കണ്ടന്റ് ഉണ്ടാക്കണമെന്ന് യാതൊരു വിധ ചിന്തയില്ലാതെ ബിഗ് ബോസ് തന്നെ പറഞ്ഞു വിട്ടാൽ ഞാൻ നേരെ പോയി 2 പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങിച്ച് കഴിച്ച് ഉണ്ടാതെ വീട്ടിലേക്ക് പോകുക എന്ന് പറയുന്ന എന്താ പറയാ എന്റെ മക്കളെ ഇഷ്ടപ്പെടുന്ന മരിച്ചുപോയ ഭർത്താവിനെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്ത്രീ ആയിട്ടാണ് എനിക്ക് രേണുസുധീനെ കാണാൻ കഴിയുന്നത്. അപ്പം ആ രേണുസുധി ആ ഒരു മാറ്റർ അങ്ങനെ തന്നെ ആക്കട്ടെ. അത് കഴിഞ്ഞിട്ട് പലരെ അനുമോളുടെ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ട്, അനുമോളുടെ അടുത്ത് മുടി വെട്ടാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അനുമോളൊക്കെ സമ്മതിക്കുന്നുണ്ട്, ശൈത്യ സമ്മതിക്കുന്നുണ്ട്. അപ്പം കൊണ്ടുവരുന്ന അവിടെ വെച്ചിരുന്ന ടാസ്ക് ഇതിൽ വെച്ചിരുന്ന ഒരു ബോക്സ് എടുത്ത് തുറന്നു നോക്കുമ്പോൾ നിങ്ങളെ കൊണ്ട് ഇങ്ങനെ ഞാൻ ചെയ്യിക്കുമോ എന്നുള്ളൊരു ലെറ്ററാണ് കിട്ടുന്നത്. ശരിക്കും അന്തം വിട്ടു പോകുന്നുണ്ട് ജിസേലും ആര്യനൊക്കെ. ആ ബോക്സ് തുറന്നു നോക്കിയിരുന്നെങ്കിൽ 1000 പോയിന്റ് കിട്ടുമായിരുന്നു, നഷ്ടപ്പെടുത്തിയല്ലോ എന്നുള്ള ഒരു കുറ്റബോധം അവർക്കുണ്ടാകുന്നുണ്ട്. പിന്നെ അതിനുശേഷം നടന്നത് നമ്മുടെ ഒരു എവിക്ഷൻ ടാസ്ക് ആയിരുന്നു കേട്ടോ. എവിക്ഷൻ അതായത് ഒരു സ്പെക്സ് എല്ലാവരും ഈ നോമിനേഷനിലുള്ളവരുടെ അടുത്ത് എല്ലാം സ്പെക്സ് വെക്കാൻ പറഞ്ഞു. സ്പെക്സ് രണ്ട് ഭാഗത്തും ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുള്ള സ്പെക്സ് വെച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ കൊണ്ട് ഒരു സൈഡിലെ പേപ്പർ നീക്കം ചെയ്യാൻ പറയുന്നു. അതിനകത്ത് കുറെ ആൾക്കാരുടെ പേരാണ് കേട്ടോ കാണുന്നത്. അതിനകത്ത് ഓരോരുത്തരുടെ പേരും അവര് സേവ്ഡ് ആണോ എവിക്റ്റഡ് ആണോ എന്നുള്ളത് ആണ് അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാം ഓരോ ഗ്ലാസ് ആയിട്ട് തുറക്കുമ്പോൾ എല്ലാവരും ഒണിയില് സേവ്ഡ്, ഷാനവാസ് സേവ്ഡ്, അങ്ങനെ നോമിനേഷൻ ഉള്ളവരെല്ലാവരും സേവ്ഡ് ആണ്. ഒണിയിലിന്റെ കണ്ണിലുള്ള ഗ്ലാസ്സിൽ ഷാരിക എവിക്റ്റഡ് എന്നാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഷാരിക ഈ ഷോയിൽ നിന്നും എവിക്റ്റ് ആയിട്ടിരിക്കുകയാണ്. നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു കേട്ടോ ഷാരിക. എനിക്ക് പേഴ്സണലി അല്ലെങ്കിൽ നമ്മൾ ഗെയിം കാണുമ്പോൾ 2-3 ആഴ്ച ഷാരിക കുറച്ച് ഇങ്ങനെയാണ് മറ്റേ പുറത്തുള്ള ഹോട്ട് സീറ്റ് ഷാരികയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഒരു കോമഡി പീസ് ഷാരികയാണ് ഉണ്ടായിരുന്നത്. ഈ ലാസ്റ്റ് വീക്കിലൊക്കെയാണ് കുറച്ചൊന്ന് ഫയറായിട്ട് വന്നത്. പക്ഷെ അപ്പോഴത്തേക്കും സമയം കാത്തുനിന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ലാസ്റ്റ് 2-3 ദിവസം ഉണ്ടായ ഷാരിക ഒരു 3-4 ദിവസം മുൻപ് ഈ ആ ഒരു ഗെയിം എടുത്തിരുന്നെങ്കിൽ ഷാരിക കൂളായിട്ട് അവിടെ നിൽക്കാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് മാറിയനെ. എങ്കിലും നല്ലൊരു നിന്ന കാലം അത്രയും വളരെ ജെന്യൂൻ ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടവരോട് മുഖത്ത് നോക്കി പറഞ്ഞ് ഒന്നും ആരെയും കൂസാതെ നല്ല രീതിയിൽ ജെന്യൂൻ ആയിട്ട് മറ്റുള്ളവരെ വല്ലാത്ത രീതിയിൽ തെറിയൊന്നും പറയാണ്ട് ആരെയും ഹേർട്ട് ചെയ്യാതെ നല്ല രീതിയിൽ ഗെയിം കളിച്ച ഒരു മത്സരാർത്ഥി കൂടി പടിയിറങ്ങിയിരിക്കുകയാണ് ബിഗ് ബോസിന്റെ. അങ്ങനെ ഷാരികയും സരികയാണ് ഈ വീക്കെൻഡിൽ എവിക്റ്റ് ആയി പോയത്. നല്ല കണ്ടസ്റ്റൻസ് ആയിരുന്നു രണ്ടുപേരും.
കുറച്ചുകൂടിയൊക്കെ ഒന്ന് മുന്നോട്ട് വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി നാൾ കൂടി നിൽക്കാറുന്നു എന്ന് എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ. പിന്നെ ഗെയിം അല്ലേ, ഇനി ഓരോ ആഴ്ച കൂടുമ്പോഴത്തേനും രണ്ടുപേര് വെച്ചിട്ട് ഔട്ടായി പോവും. ഷാരിഖനെ ലാലേട്ടൻ വിളിക്കുന്നുണ്ട് മെയിൻ ഗേറ്റിലൂടെ, എല്ലാവരോടും യാത്ര പറഞ്ഞ് ഷാരിഖ പോയി. ആ എപ്പിസോഡ് അങ്ങനെ തീരുവാണ് കേട്ടോ. ലാലേട്ടൻ ഒരു ഹിന്റ് തന്നിട്ടാണ് പോകുന്നത്. അടുത്ത ആഴ്ച അല്ലെങ്കിൽ നാളെ മുതൽ ബിഗ് ബോസ് ഭരിക്കാൻ പോകുന്നത് സ്വേച്ഛാധിപതികളായിരിക്കും. സ്വേച്ഛാധിപത്യ ഭരണത്തിലേക്ക് ബിഗ് ബോസ് വീട്ടു പോവുകയാണെന്നൊക്കെയുള്ള ബിഗ് ബോസ് വീടിന്റെ പോക്ക് അങ്ങോട്ടാണ്. നാളെ ഒരു രണ്ടുപേരെ സ്വേച്ഛാധിപതികളായിട്ട് തെരഞ്ഞെടുക്കും എന്നൊക്കെയുള്ള ഹിന്റ് തന്നിട്ടാണ് ലാലേട്ടൻ ബൈ പറഞ്ഞു പോകുന്നത്. ഇതൊക്കെയാണ് കേട്ടോ സൺഡേ എപ്പിസോഡിൽ മെയിൻ ആയിട്ട് നടന്നത്. കുറച്ച് രേണുസുതിയായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം പറഞ്ഞെന്ന് തോന്നുന്നു, എങ്കിലും പറയേണ്ടതാണ് കേട്ടോ. പുറത്തൊക്കെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് ഒക്കെ നടക്കുന്നത് കൊണ്ട് രേണുസുതി ആ വീട്ടിലെ ആവശ്യ ഘടകമാണെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അപ്പം ഇതൊക്കെയാണ് സൺഡേ എപ്പിസോഡിൽ നടന്നത്. ഇനി അടുത്ത ദിവസത്തെ വിശേഷങ്ങളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. സൈനിങ് ഓഫ്, അനിരുദ്ധ്.